ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രക്തക്കുഴലുകളെ കുറിച്ചാണ്. രക്തക്കുഴലുകളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് രക്തക്കുഴലുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ആൻജിയോളജി എന്നാണ് രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അതുപോലെ ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. എന്താണ് ധമനികൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. എന്താണ് സിരകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഏതാണ്? അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. അതുപോലെ അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന സിരകൾ ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ. ഏതാണ്? ശ്വാസകോശ സിരകളാണ് ശുദ്ധരക്തം വഹിക്കുന്ന സിരകൾ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ധമനികളാണ് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനിയാണ് അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി. ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. അതുപോലെ ഓക്സിജൻ അടങ്ങിയ രക്തം ഏതാണ്? ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം. ഏതാണ്? ശുദ്ധരക്തമാണ് ഓക്സിജൻ അടങ്ങിയ രക്തം. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തമാണ് അശുദ്ധ രക്തം. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തമാണ് അശുദ്ധ രക്തം. ഹൃദയപേശികളിൽ രക്തമെത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനി. എന്താണ്? കൊറോണറി ധമനിയാണ് ഹൃദയപേശികളിൽ രക്തമെത്തിക്കുന്ന ധമനികൾ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തമാണ് അശുദ്ധ രക്തം എന്ന് പറയുന്നത്. ഹൃദയപേശികളിൽ രക്തമെത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനി എന്ന് പറയുന്നത്. എന്താണ്? കൊറോണറി ധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോമഹാസിര. അധോമഹാസിരയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയും അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലുമാണ് മഹാധമനി എന്ന് പറയുന്നത്. എന്താണ് മഹാധമനി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയും അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലുമാണ് മഹാധമനി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോമഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയും അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലുമാണ് മഹാധമനി എന്ന് പറയുന്നത്. അതുപോലെ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. എന്താണ് ലോമികകൾ എന്ന് പറഞ്ഞാൽ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. രക്തക്കുഴലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥയാണ് അതീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. എന്താണ്? അതീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് എന്താണ്? രക്തക്കുഴലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥ. രക്തക്കുഴലുകളിൽ കൊഴുപ്പുകൾ അടിയുന്ന അവസ്ഥയാണ് അതീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്.
അതുപോലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. എന്താണ്? രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഏതാണ്? രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. എന്താണ് ഹെമറേജ് എന്ന് പറയുന്നത്? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് എന്താണ്? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദം. ഉയർന്ന രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. ഒരു മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 mmHg ആണ്. എത്രയാണ്? 120/80 mmHg ആണ് മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപിൻ എന്ന് പറയുന്നത്. എന്താണ്? റിസർപിൻ എന്ന് പറയുന്ന ഔഷധമാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പാണ്? സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത് O ഗ്രൂപ്പാണ്. അതുപോലെ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ഏതാണ്? AB ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പ്, സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രക്തക്കുഴലുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.